തുടരണം. നമുക്കിനി ഒരു കോടതി വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് CPM ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വഞ്ചിയൂരിൽ പൊതുവഴി തടഞ്ഞ് പന്തലിട്ടതിലുള്ള കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. പൊതുസമ്മേളന വേദിയിലുണ്ടായിരുന്നവരെയും പ്രതി ചേർത്ത് ആണ് ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്ക് പോലീസ് മറുപടി ഇന്ന് നൽകും. സെക്രട്ടേറിയറ്റ് നടയിൽ CPIയുടെ ഉദ്യോഗസ്ഥ സംഘടനയായ ജോയിന്റ് കൌൺസിൽ വഴിതടഞ്ഞ് നടത്തിയ സമരത്തിലും സർക്കാർ തിരുവനന്തപുരം കോർപ്പറേഷന് വിശദീകരണം നൽകും. ഡാനി, ഇന്ന് കോടതിയിലേക്ക് കേസ് എത്തുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കോടതിയിലേക്ക് ഈ കേസ് എത്തുമ്പോൾ അതിൽ ഗുരുതരമായ പരാമർശങ്ങളടക്കം ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? വഴി തടഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമോ? ആരാണ് ഇവർക്ക് ഇതിനുള്ള അധികാരം നൽകുന്നത് അടക്കമുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അതൊരു പൊതുജനത്തിൽ നിന്ന് സാധാരണഗതിയിൽ ഉയരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് കോടതിയും ചോദിക്കുന്നത്. കാരണം അത്തരത്തിൽ അധികാരം കാണിച്ചുകൊണ്ട് റോഡ് തടഞ്ഞുകൊണ്ട് രീതിയിൽ സമ്മേളനങ്ങൾ നടത്തുന്ന രീതിയിലേക്ക് സ്റ്റേജ് കെട്ടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും അത്തരം കാര്യങ്ങളിൽ ഒരു പൊതു താൽപര്യ ഹർജിയിലൂടെയെങ്കിലും കോടതി കൂടി ഇടപെടുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഇതിൽ ജോയിന്റ് കൗൺസിൽ CPI ഉദ്യോഗസ്ഥ സംഘടനയായ ജോയിന്റ് കൗൺസിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുകയും ആളുകളെ തടയുന്ന ഒരവസ്ഥയും ഉണ്ടാവുകയും ചെയ്തത്. ഇവരോടും ഇത് സംബന്ധിയായ കാര്യങ്ങൾ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഈ ആദ്യം വഞ്ചൂർ ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായിരുന്നു. അതോടൊപ്പം തന്നെയാണ് കൊച്ചി, എറണാകുളത്ത് ഇവിടെ മറ്റൊരു ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പനമ്പള്ളി നഗർ മുഴുവൻ വൈദ്യുതി വിതാനം ചെയ്യുകയുണ്ട്. അപ്പോൾ ഇതിന് വൈദ്യുതി എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നതടക്കം അത് ഇതിലേക്ക് വന്നില്ലെങ്കിൽ കൂടി അത്തരം കാര്യം ഒരു ചോദ്യമായിട്ട് തന്നെ കോടതി ഉന്നയിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ ഈ രീതിയിലുള്ള ഇത്തരം ആഡംബരങ്ങൾ, ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ആഡംബരങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവർത്തികൾ, ഇതിനെല്ലാം തന്നെ ഹൈക്കോടതി ചോദ്യം ഉന്നയിച്ചിരുന്നു. അതേ ഒരു വിമർശനത്തിൻ്റെ ഭാഷയിൽ തന്നെയായിരുന്നു ആ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിൽ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് അവരെ അടക്കം പ്രധാന നേതാക്കളെ അടക്കം എല്ലാവരെയും തന്നെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇതിലേക്ക് കക്ഷി ചേർത്തുകൊണ്ട് തന്നെയാണ് ഈ നടപടികൾ എല്ലാം തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇനി ഇതിനൊരു മറുപടിയായി എന്ത് വിശദീകരണങ്ങൾ നൽകുന്നു എന്നതടക്കം ഇന്ന് കോടതിയിൽ ഉണ്ടാകും. അതിന് കോടതി നൽകുന്ന മറുപടി എന്താണ് എന്നതാണ് എല്ലാവരും ഇത് നോക്കുന്നത്. അത്തരം നടപടികൾ ഇന്ന് രാവിലെ തന്നെ കേസ് പരിഗണിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അശ്വതി. ശരി, ഡാനി പോളാണ് വിശദ വിവരങ്ങൾ നൽകിയത്.